സിംഗപ്പൂരിന്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, ലീ ക്വാൻ യു. ആളൊരു ക്രേസി സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പുള്ളി പറഞ്ഞ്, എയർ കണ്ടീഷനിങ് ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇൻവെൻഷൻ ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. നോട്ട് ഡെമോക്രസി, നോട്ട് ക്യാപിറ്റലിസം, നോട്ട് ഈവൻ ഇന്റർനെറ്റ്. എയർ കണ്ടീഷനിങ് ആദ്യം കേട്ടാൽ ശരിക്കും ഇതൊരു കോമഡി പോലെ തോന്നും. പക്ഷെ ഇന്ത്യയിലെ മെയ് മന്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു 2 മണി സമയം ഷർട്ട് ബോഡിയിൽ ഒട്ടിയിട്ട് വിശർത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റാണ്ട് ചെറിയ കാര്യത്തിന് ഇറിറ്റേഷൻ വന്ന് ബ്രെയിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല, നമുക്ക് ഫോക്കസും കിട്ടില്ല. എന്നിട്ട് ഈ ക്ലൈമറ്റിൽ ഒരു വേൾഡ് ക്ലാസ് എക്കണോമി ബിൽഡ് ചെയ്യാൻ പറ്റുമോ? അതാണ് ലീ കോൺ മനസ്സിലാക്കിയത് ആദ്യം. ഹ്യൂമൻസ് ആർ ബയോളജിക്കൽ ബിഫോർ ദേ ആർ ഐഡിയോളജിക്കൽ. മീനിങ് മനുഷ്യൻ ഫിസിക്കലി കംഫർട്ടബിൾ അല്ലേ എക്കണോമി സ്ലോ ഡൗൺ ആവും. അതുകൊണ്ടാണ് പുള്ളി പ്രൈം മിനിസ്റ്റർ ആയിട്ട് ആദ്യത്തെ കാര്യം ചെയ്തത് എല്ലാ ഗവൺമെന്റ് ഓഫീസിനെ എയർ കണ്ടീഷൻഡ് ആക്കി. നോട്ട് ഫോർ ലക്ഷറി, ഇറ്റ്സ് ബേസിക്കലി ഫോർ എഫിഷ്യൻസി. ബിക്കോസ് പുള്ളിക്ക് അറിയായിരുന്നു സിവിൽ സർവൻറ്റ് സർവൈവ് ചെയ്യുന്നത് അല്ല ഇമ്പോർട്ടൻറ്റ്, ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യാനും വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം എന്നായിരുന്നു ഇമ്പോർട്ടൻസ്. അവരുടെ 8 hours പ്രൊഡക്റ്റീവ് ആവണം. അതാണ് സിംഗപ്പൂരിനെ മാറ്റിയ വൺ ഓഫ് ദി തിങ്ക്. വൈൽ മെനി ലീഡേഴ്സ് വെയർ ബിസി ഗിവിംഗ് ഇമോഷണൽ സ്പീച്ചസ്, ലീ വാസ് ലിറ്ററലി സോൾവിങ് ഹ്യൂമിഡിറ്റി. അതാണ് ഡെവലപ്മെന്റ് റിയൽ സൈഡ്. ഇതുപോലത്തെ ചെറിയ ഫ്രിക്ഷൻസ് റിമൂവ് ചെയ്യുമ്പോൾ മാത്രമാണ് ഗ്രോത്ത് ആക്ച്വലി ഉണ്ടാവുക. ബോറിംഗ് തിങ്സ് ആണ്, പക്ഷേ ഹിസ്റ്ററി ക്വൈറ്റ്ലി ചേഞ്ച് ചെയ്യുന്നത് ഇതൊക്കെയാണ്. സോ ഇതുപോലത്തെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ആണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ഇഫ് യു ലൈക്ക് ഇറ്റ്, ഡു ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. താങ്ക് യു, ബൈ.